വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ് ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ളത്. എന്റെ ബാക്ക്ഗ്രൗണ്ടോ സെറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ഓണവുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല, പക്ഷെ കണ്ടന്റ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കോണ്ടന്റ്. കാരണം നിങ്ങൾക്കറിയായിരിക്കും ഞാനിപ്പോൾ PG ചെയ്യുവാണ്. ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഗ്യാപ്പിൽ ഞാൻ എടുക്കുവാണ്. സോ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോകാം. ഹെവി ആയിട്ടുള്ളതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് 175 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇത് മുൻപ് ചില വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ജ്വല്ലറി. ഒരു ചോക്കർ സെറ്റ് ആണ്. ഇതിന്റെ അകത്ത് ബീഡ്സ് ഉണ്ട്, കുന്തൻ സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നെക്കിൽ ചുറ്റി വരാനായിട്ടില്ല, ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ട് നിൽക്കാനേ ഉള്ളൂ. ബാക്കി ഫുൾ ത്രെഡ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ രണ്ട് പെയർ അല്ല, ഒരു പെയർ ഇയറിംഗ്സ് ഉണ്ട്. അതിലും സെയിം കുന്തൻ വർക്കും സ്റ്റോൺസും ഒക്കെയാണ്. സോറി, സ്റ്റോൺ അല്ല, കുന്തൻ സ്റ്റോണും പിന്നെ ബീഡ്സും ആണ് കേട്ടോ ഉള്ളത്. ഒരു പക്ക കേരള ജ്വല്ലറി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ സൗത്ത് ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സിനോട് പോകുന്ന ടൈപ്പ് ജ്വല്ലറിയാണ്. ഇതിന് ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് 176 രൂപയാണ്. ഞാൻ എന്തായാലും ലിങ്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഉള്ളത് സിമ്പിൾ അല്ല, ഇച്ചിരി ഹെവിയാണ്. സാരിക്കൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ജ്വല്ലറിയാണ്. ഒരു ഗ്രീൻ കളറാണ്. ഇതിന്റെ അകത്ത് 2 മാലയുണ്ട്, മീൻസ് ഒരു നെക്ലേസും ഒരു മാല പോലത്തെ ഉണ്ട്. അത് കൂടാണ്ട് ഇയറിംഗ്സ് ഉണ്ട്. ഇയറിംഗ്സ് പക്ഷേ സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ മാലയില്ലേ, മാല നെക്ലേസ്, ഈ 2 സാധനങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 223 രൂപയാണ്. കണ്ടോ, ഇത് സൂപ്പർ അല്ലേ? ഇത് ടെമ്പിൾ നെക്ലേസ് ആണ്, ലക്ഷ്മി മാത ജ്വല്ലറി ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ നെക്ലേസ് ആണ്. ഇതിന്റെ അകത്തും കുന്തൻ സ്റ്റോൺസും പിന്നെ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് ഗ്രീനും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് സാരിക്ക് അടിപൊളിയായിട്ട് ചേരുന്നതാണ് കേട്ടോ. നമുക്ക് ഇതായിട്ട് എങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം, അല്ലാണ്ട് ഗ്രീൻ കളർ ഇട്ടിട്ട് അങ്ങനെയും ട്രൈ ചെയ്യാം. ഇതിന്റെ അകത്ത് നമുക്കൊരു ഗ്രീൻ അല്ലാണ്ട് ഒരു റെഡിഷ് സ്റ്റോണും ഉണ്ട്, റെഡിഷ് അല്ല ഒരു മെറൂണിഷ് സ്റ്റോണും ഉണ്ട്. നമുക്ക് അങ്ങനെയും പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. എനിവേസ് നമുക്ക് വെറും കസവിന്റെ കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. 223 രൂപയ്ക്ക് ഇത് സൂപ്പറാണ്. പിന്നെ ഇതിന്റെ കമ്മൽ അത്ര പോരാ, കാണിച്ചു തരാം. കണ്ടോ, ഇതിന്റെ ഇയറിംഗ്സ് ഭയങ്കര വലിപ്പം കൂടിപ്പോയി. ഇതിന്റെ ആ മാലയ്ക്ക് അനുസരിച്ചുള്ള വലിപ്പം ഈ ഇയറിംഗ്സിനില്ല. സോ ഇയറിംഗ്സ് വേറെ ഇടുന്നതായിരിക്കും ഭംഗി. ഈ ഇയറിംഗ്സ് എനിക്ക് പേഴ്സണലി ഇതിന് ചേരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് പിന്നെ ഗ്രീൻ ആഡ് ചെയ്തിട്ടില്ല, ഈ ആ ഒരു മെറൂണിഷ് സ്റ്റോൺ ഇല്ലേ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വൈറ്റ് ബീഡ്സേ ഉള്ളൂ. സോ ഇതൊരു മിസ്മാച്ച് പോലെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഇയറിംഗ്സ് വെച്ചാണ് പെയർ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ട്രൈ ചെയ്യാം, നോ പ്രോബ്ലം. ഇപ്പൊ കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുൻപ്, കാരണം ഞാൻ ഏതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളത് കണ്ടിട്ടില്ല, ഞാനും ഇപ്പോഴാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ഫസ്റ്റ് വളരെ സിമ്പിൾ ആണ്. എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി റെഗുലർ യൂസിന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഇഷ്ടം വലുതിനേക്കാളും. സോ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ ഓണത്തിന് ഈ സിമ്പിളൊക്കെ എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ളവർ ഇട്ടോ, അല്ലാത്തവരിടണ്ട. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് കിട്ടിയത് പ്രീപെയ്ഡ് ഒന്ന് കൊടുത്തിരിക്കുന്നത് 93 രൂപ. 93 രൂപയ്ക്ക് ഇത് ലാഭമാണ്. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ എങ്ങനെ വാങ്ങിച്ചത്. ഇത് കണ്ടോ, വെറും സിമ്പിൾ പേൾ ഇയറിംഗ്സ് ആണ്. സിമ്പിൾ ആണ് കേട്ടോ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. നമുക്കിത് സെപ്പറേറ്റ് 10 രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ കിട്ടത്തില്ല. വെറും പേളാണ് കിട്ടുന്നത്. ഇതുപോലത്തേക്ക് 10 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഒരു കുഞ്ഞ് പെൻഡന്റ് പോലത്തെ ഉണ്ട്, കണ്ടോ ഇങ്ങനത്തെ. അതും ആ പേളിന്റെ തന്നെയാണ്. ഈ ചെയിനൊക്കെ വലിയ ക്വാളിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ഈ പ്രൈസ് റേഞ്ചിന് നമുക്ക് ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സിമ്പിൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാകും. ഒരു റോസ് ഗോൾഡ് ആണ് കേട്ടോ, പക്ക ഗോൾഡും അല്ല, പക്ക ഒരു യെല്ലോയിഷ് ആ ടിൻറ്റില്ല, ഒരു റോസ് ഗോൾഡ് ടച്ചാണ് ഇതിനുള്ളത്. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 100-നകത്തൊരു ജ്വല്ലറി വേണമെന്നുണ്ടെങ്കിൽ, ഓണത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഇടാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും ഞാനിതൊക്കെ ആയിരിക്കും ഇടാൻ പോകുന്നത്. ഞാൻ കോളേജിൽ ഒരുങ്ങി പോകാറില്ല, ഞാൻ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാണൊക്കെ കോളേജിൽ പോകുന്നത്. നെക്സ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ജ്വല്ലറിയാണ്. ഇച്ചിരി ഒന്ന് യൂണീക്കാണ്, പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത് വേറെ ഉള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കണ്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 135 രൂപയാണ്. 135 രൂപയ്ക്ക് ഇത് അടിപൊളിയാണ്. ഒരു ഹെവി ഫീലിംഗ് ഉണ്ട്. കാരണം പക്ഷെ ഇതിന് പ്രശ്നമുണ്ടോ, ഈ മെറ്റലിൽ ചെറിയൊരു തുരുമ്പിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് കണ്ട. ഇനിയിപ്പോൾ റിട്ടേൺ അയച്ചിട്ട് ഞാൻ പോയാലും വീട്ടുകാർ മൈൻഡ് ചെയ്യത്തില്ല. അവർക്കൊന്നും മാനേജ് ചെയ്യാനും സമയമില്ല. ഞാൻ കുറേ ശല്യം ഉണ്ടാക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതാണ് ജ്വല്ലറി. നല്ലൊരു ഹെവി ഫീലിംഗ് ഉണ്ട്. അത് ഈ മെറ്റലില്ലേ, ഈ മെറ്റലിന്റെ ഹെവിനെസ് കൊണ്ടും പേളിന് വെയിറ്റ് വരാൻ ചാൻസ് ഇല്ല. ഇനി പേളിന്റെ അകത്ത് വല്ല കല്ലിട്ടിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഉണ്ടാവും. ഈ തോന്നുന്നത് ഈ മെറ്റലില്ലേ, ഈ പോയിക്കുന്നത് ഈ മെറ്റലിന്റെ ഒരു വെയിറ്റാന്ന് തോന്നുന്നുണ്ട്. ഒരു ഹെവി ഫീലിംഗ് ഉണ്ട്. എനിക്കിഷ്ടമായി. പക്ഷേ ആ മെറ്റൽ ഡാമേജ് ഉള്ള ചെറിയൊരു തുരുമ്പുള്ള ഒഴിച്ച് കണ്ടോ എവിടെയാ
ഇവിടെ ആ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ജസ്റ്റ് കവറിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഭയങ്കര സൂപ്പർ പാക്കേജിങ് ഒന്നുമല്ല. ബാക്കിലേക്ക് കാണുന്നു ഏതൊരു പൈസ. നെക്സ്റ്റ് വന്നിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ടൈപ്പാണ്. എനിക്കിതിന്റെ പല വേർഷനൊക്കെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 118 രൂപയുടെ ആണ്. ഒരു ബോക്സിലിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നല്ല ഓണം ഫംഗ്ഷൻ എനിക്ക് ഇടാനായിട്ട് സിമ്പിളാണ്. കമ്മൽ മാത്രം ഇടാം. ഓക്കെ, 2 ഇയറിങ്സ് ഉണ്ട്. 1 പെയർ ഇയറിങ്, ജസ്റ്റ് സ്റ്റോൺ ആൻഡ് കുന്തൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ചോക്കർ അടിപൊളിയല്ലേ. വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ടായിരിക്കും ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിന് എനിക്ക് ഇഷ്ടമായി, വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഈ ചോക്കർ ഇടുന്നത് ചേരത്തില്ല, അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്യേണ്ട. ഒരു ചെയിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയിനും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് 174 രൂപയുടെ ഒരു ജ്വല്ലറിയാണ്. ഇത് പക്ക നമ്മുടെ കേരള ജ്വല്ലറിയാണ്. ഇതിനകത്ത് 2 ജിമിക്ക ഇട്ടിട്ടുണ്ട്. ഈ ബീഡ്സ് കാണുമ്പോഴത്തേക്കും ഈ ടെറാക്കോട്ട ജ്വല്ലറി ഇല്ലേ അതിന്റെ ബീഡ്സ് പോലെ തോന്നുന്നുണ്ട്. അല്ല, ഇത് മെറ്റലാണ്. 174 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഇതിന്റെ എല്ലാ മാലയും കൂടെ ചേർത്തിട്ട് കേട്ടോ. ഇത് പക്ക നമുക്ക് കേരള ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു കാശ്മീരുടെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉള്ളതിൽ യൂസ് ചെയ്യാം, അല്ലാണ്ട് ഗ്രീനിലും ഇതിലും മീൻസ് ഈ കളറിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മെജന്ത കളർ സ്റ്റോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കൂടാണ്ട്. സോ ഇത് ഗോൾഡൻ പക്ക ട്രഡീഷണൽ വേണമെന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം 174 രൂപയാണ്. ഇപ്പൊ ഇനിയുള്ള 2 സിമ്പിൾ ജ്വല്ലറിയാണ്. ഇപ്പൊ ഇൻവിസിബിൾ ജ്വല്ലറി ഇത്തിരി ട്രെൻഡിലുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒന്നല്ല ഇൻവിസിബിൾ ആണ്, സൂക്ഷിച്ചു നോക്കിയാൽ കാണും. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 164 രൂപയാണ്. ബോക്സിലിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇയറിങ്സ് ഇല്ല, ജസ്റ്റ് മാല മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മാല ഇടണം, ചിലർക്ക് ചോക്കറിനെക്കാളും കുറച്ചുകൂടെ ചേരുന്നത് ചെയിൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ ചോക്കറിനെക്കാളും ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ മാല. ഇത് ഗ്രീൻ കളറാണ്. ഒരു ലോക്കറ്റ് ഉണ്ട്, ഗ്രീൻ, വൈറ്റ്, പിന്നെ മെജന്ത അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പൊ സിമ്പിളാണ്. മാല വേണം, ഒരു ഓണം വൈബ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് പക്ക ഒരു ചോക്കർ, ഒരു മോഡലിൽ വന്നിട്ട് ഉണ്ടെങ്കിലും ട്രഡീഷണലുമാണ്. മനസ്സിലായോ? ഈ കഫ് പോലെ വന്നിട്ടുണ്ട്, പക്ഷെ ട്രഡീഷണലാണ്. കണ്ടോ ഇതിനൊരു കഫിന്റെ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്, നെക്ക് കഫ് പോലൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ താമരയുടെ ഡിസൈൻ വരുന്നതുകൊണ്ട് ട്രഡീഷണലാണ്. ബീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം കമ്മലും വന്നിട്ടുണ്ട്. കമ്മല് ഇവിടെ കമ്മല് ലോട്ടസിന്റെ ആണ്. സിമ്പിൾ ഇയറിങ്സ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കിഡ്സ് മൈ ബി ഹാപ്പി. ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ടാറ്റാ.